ഇറിറ്റബിൾ ബowel സിൻഡ്രോം അഥവാ IBS എന്ന അസുഖത്തിന് രണ്ട് തെറ്റിദ്ധാരണകളാണ് ഉള്ളത്. IBS മൂലം മരണമുണ്ടാകുമോ? ഇല്ല, IBS മൂലം ഒരിക്കലും മരണമുണ്ടാകുന്നില്ല. IBS ക്യാൻസറിലേക്ക് നയിക്കുമോ? ഇല്ല, IBS ഒരിക്കലും ക്യാൻസറിലേക്ക് നയിക്കില്ല. ഇവയാണ് IBSനെ കുറിച്ചുള്ള രണ്ട് മെയിൻ തെറ്റിദ്ധാരണകൾ. നമസ്കാരം, ഞാൻ ഡോക്ടർ ജീസ്മോൻ ജോസ്. ഞാൻ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ്. ഇറിറ്റബിൾ ബowel സിൻഡ്രോം അഥവാ IBS എന്താണ് ഈ അസുഖം? നമ്മുടെ ശരീരത്തിലെ കുടലുകൾ നമ്മൾ അറിയാതെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ ചലിക്കുന്നുണ്ട്. ഈ ചലനത്തിലുണ്ടാകുന്ന വ്യതിയാനത്തെ കൊണ്ടുണ്ടാകുന്ന രോഗത്തെയാണ് IBS എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ? വയറുവേദനയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. അടിവയറ്റിലാണ് IBSൻ്റെ വേദന സാധാരണയായി കണ്ടുവരാറ്. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ വേദന കുറയുന്നത് IBS അസുഖത്തിൻ്റെ ഭാഗമായുള്ള വേദനയുടെ പ്രത്യേകതയാണ്. രണ്ടാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ഓൾട്ടേർഡ് ബവൽ ഹാബിറ്റ്സ്. ചില പേഷ്യൻസിന് ഒരു ദിവസം 4-5 തവണ ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ ഉടനടി ടോയ്ലറ്റിൽ പോകേണ്ടി വരിക, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നതിന് മുൻപായി 1-2 തവണ ടോയ്ലറ്റിൽ പോകേണ്ടി വരിക. ചില ആളുകൾക്ക് ഇതിന് നേർ വിപരീതമായി മലബന്ധമാണ് ഉണ്ടാകുക. 2-3 ദിവസം കഴിയുമ്പോഴാണ് വയറ്റിൽ പോകാൻ സാധിക്കുക. അതിനോടൊപ്പം തന്നെ വയറ് വീർത്ത് വരിക, വയറിൽ വലിയൊരു ഭാരം വെച്ച് പോലത്തെ ഒരു ഫീലിംഗ് വരിക. വേറൊരു ടൈപ്പ് ഇതിൻ്റെ എല്ലാം കൂട്ടമാണ് IBS മിക്സഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ, ചില ദിവസം ഇവർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ചില ദിവസങ്ങളിൽ ഇവർക്ക് ഡയറിയ ആയിരിക്കും. ഇതിനെയാണ് IBS മിക്സഡ് ടൈപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് IBS വരുന്നത്? ആർക്കെല്ലാമാണ് IBS വരുന്നത്? IBS വരുന്നതിനുള്ള ഒരു തിയറിയായി പറയുന്നത് ബ്രെയിൻ ഗട്ട് ആക്സിസ് ഇൻകോർഡിനേഷൻ. അതായത് ബ്രെയിനിലെ നെർവ്സും നമ്മുടെ കുടലിനെ നിയന്ത്രിക്കുന്ന നെർവ്സും തമ്മിലുള്ള പൊരുത്തക്കേട്. രണ്ടാമതായി കാരണം പറയുന്നത് പല തവണയായി ചെറുകുടലിലോ വൻകുടലിലോ ഇൻഫെക്ഷൻ വന്നതിന് ശേഷം അതുമൂലം IBS ട്രിഗർ ചെയ്യപ്പെടുന്നു. മൂന്നാമതായി ടെൻഷൻ, ആൻസൈറ്റിയുള്ള ആൾക്കാരിൽ ഇത് കൂടുതലായി കാണപ്പെടുന്നു. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ യങ് ഏജ് ഗ്രൂപ്പിലാണ് ഈ IBS കൂടുതലായി കണ്ടുവരുന്നത്. IBS എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? സാധാരണയായി IBS ഡയഗ്നോസ് ചെയ്യാൻ വേറെ ടെസ്റ്റുകളൊന്നും വേണ്ടി വരാറില്ല. ഒരു പേഷ്യൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് IBS എന്ന രോഗം നിർണ്ണയിക്കാം. എങ്കിൽ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറഞ്ഞാൽ മലത്തിൽ ബ്ലഡ് പോവുക, അനീമിയ, മലത്തിൽ കഫം പോവുക, രോഗിയുടെ വയസ്സ് 50 വയസ്സിന് മേലെ എന്നിവ റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടെങ്കിൽ കൊളോണോസ്കോപ്പിയോ സ്കാനിങ്ങോ വേണ്ടി വന്നേക്കാം. IBS ഉണ്ടോ അഥവാ IBS അല്ല വേറെ അസുഖങ്ങളാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. IBSന് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും എക്സസൈസും വേണമെങ്കിൽ ചികിത്സയും എടുത്താൽ ഒരു IBS പേഷ്യൻറ്റിന് ഒരു നോർമൽ ലൈഫ് നയിക്കാവുന്നതേ ഉള്ളൂ. താങ്ക് യു.